വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം നെസ്റ്റ് RV. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ RV ഫാമിലി വന്നിരിക്കുന്നത് ഞങ്ങൾ ഫാമിലിയിലുള്ള ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു കാർ ഇറക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് നാളത്തെ ഞങ്ങളുടെ ആഗ്രഹമാണ് കേട്ടോ. അതായത് ഡ്രീം ലിസ്റ്റിൽ ഇട്ട് വെച്ച ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഡ്രീം ലിസ്റ്റിൽ എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാമല്ലോ അല്ലേ, അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഡ്രീമിൽ ഇട്ട് വെച്ച ഒരു കാര്യമാണിത്. എന്നാൽ ദൈവം ഇത് ഇത്രയും പെട്ടെന്ന് സാധിച്ചു തരുന്നതാ, ഈ വണ്ടി നമ്മുടെ കയ്യിലെത്തുന്നു മനസ്സ് കൂടി വിചാരിച്ചല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് അടുത്ത് എഫേർട്ട് പറയാതിരിക്കാൻ വയ്യ. ശക്തമായ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ഈ വണ്ടി ഇറക്കിയിട്ടുള്ളത്. വളരെ സന്തോഷമായി. നമ്മൾ ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് പോയിട്ട് നമ്മുടെ വണ്ടി ഇറക്കി. അതിലും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാറ് ഇറക്കുന്നത് നമ്മുടെ കുഞ്ഞു വാവയാണ് കേട്ടോ, യാൻലിയ വാവയാണ്. അതിലും വലിയൊരു സന്തോഷമാണ്. യാൻലിയ വാവയാണ് കാറിൻ്റെ കീയൊക്കെ വാങ്ങിയത്. അപ്പോൾ ഞങ്ങളിതാ കാറിൻ്റെ മുന്നിൽ നിന്നിട്ട് 2-3 റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. നമ്മുടെ ഡ്രീം വാഹനമാണല്ലോ, കുറച്ച് റീൽസൊക്കെ എടുക്കണ്ടേ അല്ലേ. ഈ റീൽസൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് ഓടി വരുന്ന ഒരു ഓർമ്മ എന്താണെന്നറിയോ നിങ്ങൾ? പണ്ട് ഞാനും ലാലോട്ടനും പ്രേമിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കറങ്ങാനൊക്കെ പോയില്ലേ, ആ സമയം ലാലോട്ടൻ എനിക്ക് ഈ വണ്ടി എപ്പോഴും കാണിച്ചിരുന്നു. എന്നിട്ട് എന്നോട് പറയൂ കേട്ടോ, വൈഷു ഇതാണ് എൻ്റെ ഡ്രീം വണ്ടി, ഇത് ഞാൻ ഒരിക്കലും എടുക്കും എന്നൊക്കെ എനിക്ക് പറഞ്ഞ് കാണിച്ചു തരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ലാലോട്ടൻ ഇത് ഫുൾഫില്ല് ചെയ്യുന്നൊന്നും. അപ്പോൾ എന്തേ ആവട്ടെ, ലാലോട്ടൻ ഒരു ഓൾ ദി ബെസ്റ്റ്. കാരണം ലാലോട്ടൻ്റെ എഫേർട്ട് കൊണ്ടാണ് ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാറിലൊക്കെ കയറിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം. എങ്ങനെയാണ് വണ്ടി, ഞാൻ കയറിയപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്താണെന്നൊക്കെ ഞാൻ പറയാം. ഞങ്ങൾക്ക് വേറൊരു കാർ കൂടിയുണ്ട്, ടിയാഗോ. അപ്പോൾ രണ്ടും തമ്മിലുള്ള കമ്പാരിസനൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാർ ഇറക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ന്യൂ കാർ കേട്ടോ. ഞങ്ങളുടെ കാറല്ല, നമ്മുടെ ന്യൂ കാർ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു കാറിന് ഒരുപാട് ഫാൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാറ് റോഡിലിറങ്ങിയാലുള്ള കാഴ്ചയും അവസ്ഥയും കേട്ടോ. ഒരടിപൊളി കിമിട്ട് സാധനമാണ്. ഇതിൽ ഞാൻ കയറിയിരുന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഈ കാറ് മൂവ് ആവുന്നതേ ഞാൻ അറിയുന്നില്ല കേട്ടോ. ഞങ്ങൾ ടിയാഗോ പോകുന്ന സമയത്ത് കാറ് മൂവ് ആവുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് എന്നാൽ ഈ ടയർ നിലം തൊടുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല. കാരണം അത്രയും സ്മൂത്തായിട്ടാണ് കേട്ടോ നമ്മുടെ വണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിനു മുന്നേ നിങ്ങളുടെ ഒരു കാര്യം പറയാം. നിങ്ങളെ ഡ്രീം ശക്തമായി ആഗ്രഹിക്കുക. ആ ഡ്രീം നിങ്ങളെ കയ്യിലേക്ക് വരും കേട്ടോ. ഓക്കെ ബൈ.